എന്തായാലും നിങ്ങളുടെ ഡാൻസ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ചൂടോടുകൂടി തന്നെ ഗെയിം അങ്ങ് കളിച്ചേക്കാം. എന്ത് പറയുന്നു? ഓക്കെ, റെഡി? റെഡി. കുറച്ച് പ്രോപ്പർട്ടീസ് വരാനുണ്ട്, വരട്ടെ. ഓക്കെ, സോ റംസാൻ സ്പെഷ്യൽ ഗെയിം, അതായത് പണി പാളി എന്നുള്ള സെഗ്മെന്റിലാണ് ഞാൻ നിങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ആൻഡ് എന്റെ കയ്യിൽ ഈ ഒരു വിളക്ക് ഉണ്ടല്ലോ, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലത്തെ ഒരു വിളക്കാണിത്. ഇതിൽ ഒരുപാട് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലോ? ആ എടാ, ഒരു ഡയമണ്ട് ഇതിലിട്ട് വെച്ചൂടെ? ഒരു മരതകം ഇതിലോട്ട് വെച്ചൂടെ? ആ, മരതകം. വേണമെങ്കിൽ സ്വർണം, അങ്ങനെ വൈഡൂര്യം, ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അതെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഈ ഗെയിമിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇതോടുകൂടി ഞാൻ അങ്ങ് തരും. ഇതാണ് നിങ്ങളുടെ സമ്മാനം. ഇതുവരെ റെഡ് കാർപ്പറ്റിൽ ഞങ്ങൾ ഇത്ര വിലപിടിപ്പുള്ള സമ്മാനം ആർക്കും കൊടുത്തിട്ടില്ല. ഇന്ന് റംസാൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതങ്ങനെ വെറുതെ ഒന്നും കിട്ടില്ല. കുറച്ചധികം മെനക്കെടണം, കുറച്ച് കഷ്ടപ്പെടണം. അതാണ് ഈ മുന്നിലിരിക്കുന്നത്. അലാവുദ്ദീൻ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത വിളക്കാണ്, ഞാൻ അതിലും കഷ്ടപ്പെട്ടെടുത്ത വിളക്കാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ തരാൻ പോവാണ്. ഫസ്റ്റ് നിങ്ങൾ കണ്ടോ, ഇത് ഈ ഗ്രീൻ പീസ് ആണ്. ഈ ഗ്രീൻ പീസ് ഈ സ്ട്രോ വെച്ചിട്ട് ഇങ്ങനെ ബ്ലോ ചെയ്തെടുക്കണം. എന്നിട്ട് അത് അപ്പുറത്തെ പ്ലേറ്റ് കൊണ്ടിടണം. ഓക്കെ. പിന്നെ ഇത് കണ്ടോ, വള. ഈ വള നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് സ്റ്റിക്കിൽ ടച്ച് ചെയ്യാതെ ശരിയടാ, വേണ്ട കാണിക്കാനില്ല, ടച്ച് ചെയ്യാതെ ഇപ്പുറത്ത് കൊണ്ട് എത്തിക്കണം. ഇനി വിളക്ക് തൽക്കാലം ഒന്ന് പിടിക്കും. ഇത് കണ്ടോ, ഇത് എന്തിനുള്ള കയറാണ്? യെസ്, അങ്ങനെ നേരെ ആക്കണ്ട. തൽക്കാലം ഈ കെട്ടുകൾ, ഈ ഓരോ കെട്ടുകൾ നിങ്ങൾ കെട്ടഴിക്കണം. 5 കെട്ടുകൾ വളരെ വൃത്തിയായിട്ട് അഴിച്ച് നല്ലൊരു കയറാക്കി ഇതിനെ തരണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അവിടെ പോയിട്ട് ബലൂൺ പൊട്ടിക്കണം. ബലൂൺ ചവിട്ടി പൊട്ടിക്കാം, ഇരുന്ന് പൊട്ടിക്കാം, കൈ കൊണ്ട് പൊട്ടിക്കാം, നെറ്റി കൊണ്ട് പൊട്ടിക്കാം, കടിച്ചു പൊട്ടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, പക്ഷെ ബലൂൺ പൊട്ടിക്കണം, എല്ലാ ബലൂൺസും പൊട്ടിക്കണം. അപ്പൊ ഇത്രയും കടമ്പകൾ കടന്ന് വിജയശ്രീ ലാളിതയായി അല്ലെങ്കിൽ ലാളിതനായി ആര് വരുന്നോ അവർക്ക് ഞാനിത് തരും. തോക്കുന്നവർക്ക് പണിഷ്മെന്റ് ഉണ്ട്. കാരണം വൈഡൂര്യം രത്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പണിഷ്മെന്റ് അതികഠിനമായിരിക്കും കേട്ടോ. അപ്പൊ വളരെ വീറും വാശിയോട് കൂടി കളിക്കും. ആരാദ്യം കളിക്കും? കളിക്കട്ടെ. നിങ്ങൾ തന്നെ ഈ ഷോയിൽ പറയുന്നു ഇത് ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഷോ ആണ്. ഇക്വാലിറ്റി ആണ്, അങ്ങനെയൊന്നുമില്ല. ശരി, ഇതിനകത്ത് എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് ട്രൈ ചെയ്തിട്ട് പറ്റില്ല, അത്രയ്ക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തേക്ക് പോകാം. പക്ഷെ അതനുസരിച്ചിട്ട് നമ്മുടെ ഇതിനൊക്കെ വേരിയേഷൻസ് വരും പോയിന്റിൽ. ചിലപ്പോൾ ഇവൻ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാം കളിച്ചു എന്ന് വരാം. അത് കുഴപ്പമില്ല. ഓക്കെ, റെഡി? റെഡി. അപ്പൊ ആദ്യം ഇതാണ്. റെഡി, 1 2 3 മ്യൂസിക്. ബുദ്ധി കൊണ്ടാണ് നേരിടാൻ പോകുന്നത്. ഞാൻ ഇത് സ്കിപ്പ് ചെയ്തേ. ടച്ച് ചെയ്യണ്ടോ നോക്കണ്ട റംസാൻ. ടച്ച് ചെയ്തോ? ഇല്ല. ഗംഭീരമായിട്ട് ശാലിൻ രണ്ടാമത്തെ ടാസ്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. യെസ്, ഇനി അടുത്ത് കെട്ടഴിക്കൂ, വേഗം കെട്ടഴിക്കൂ. മുടി പിന്നിട്ടിട്ട് നല്ല ശീലമുണ്ട്. നീ ഓടിപ്പോയി ബലൂൺ പൊട്ടിച്ചോ. സ്പീഡില്. പ്രൊഡ്യൂസറോടുള്ള എല്ലാം പൊട്ടിക്കണം, എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. വെരി ഗുഡ്, സൂപ്പർ. അയ്യോടാ, ഒരടച്ചില്ല. അത് നമ്മൾ പോയിന്റ് മൈനസ് ചെയ്യും, ഇവിടെ പോയിന്റ് മൈനസ് ചെയ്യും. ഇനി അടുത്തത് റംസാൻ ആണ്. ഓക്കെ, അപ്പൊ റംസാൻ ഗെയിം കളിക്കാൻ റെഡിയാണ്. വിളക്കിനായിട്ടുള്ള മത്സരമാണ്, അതികഠിനമായ മത്സരമാണ്. സോ റെഡി? റെഡി, 1 2 3 മ്യൂസിക്. സൂപ്പർ. ഒരു 5 എണ്ണം കിട്ടിയാൽ മതി നമുക്ക്. 5 എണ്ണം കിട്ടിയാൽ മതി. ആ മതി. ഞാൻ പെട്ടു. സൂപ്പർ. ഈ ഗെയിം ഒന്നുമല്ല എന്നാണ് റംസാൻ പറയുന്നത്. ഞാൻ എന്നും വീട്ടിൽ കളിക്കുന്ന ഗെയിം മാത്രം. പൊള്ളി. ഇനി കെട്ട്. മുടി പിന്നലഴിച്ച് നല്ല പരിചയമുള്ള കുട്ടികളാ രണ്ടുപേരും. ലാസ്റ്റത്തെ കെട്ട്. ഒരെണ്ണോട് ദൂരെ മാറി കിടക്കണം. അപ്പോ പെട്ടെന്ന് കഴിഞ്ഞു. അതായത് സമയം വെച്ച് നോക്കുവാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഈക്വൽ ടൈം ആണ്. ഈക്വൽ ടൈം ആണെങ്കിൽ പോലും റംസാൻ കുറച്ച് മുന്നിലാണ്.
അത് സ്പീഡിന്റെ കാര്യത്തിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത കാര്യത്തിലും ഒക്കെ. അപ്പോൾ അങ്ങട് തരിക. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ വിളക്ക് ഇന്ന് മുതൽ റംസാന്റെ അല്ല വിളക്കല്ല, നേരത്തെ പറഞ്ഞ ഡയമണ്ട് ഇതിന്റെ സ്വർണ്ണല്ലേ? ഉള്ളിലല്ലേ? അത് ഇതിന്റെ ഉള്ളിലാണ്. ഞാൻ വിളക്ക് തരും, വിളക്കിന്റെ അകത്തുനിന്ന് ആ സാധനം വൈഡൂര്യം എടുത്തിട്ട് എന്തോ ഇന്ന് പണിയാണ്. റംസാന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, അപ്പോ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് റംസാൻ.